Okay, so evolution ആണ് നമ്മളുടെ ടോപ്പിക്ക്. എവല്യൂഷൻ ടോപ്പിക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൻഡ് ദെൻ യു ക്യാൻ എക്സ്പെക്ട് സോ മെനി ക്വസ്റ്റ്യൻസ് ഓൾസോ ഫ്രം ദിസ് എൻ സി ആർ ടി ലൈൻസ്. നമ്മൾ എൻ സി ആർ ടി തന്നെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സോ ലെറ്റ് സി. Initially, then the first paragraph, then they are explaining what is evolutionary biology and what is exactly evolution. Let's see, evolutionary biology and then what is evolutionary biology? The study of history of life forms on Earth. അപ്പോൾ നമ്മുടെ എർത്തിലുള്ള ലൈഫ് ഫോംസിൻ്റെ ഹിസ്റ്ററി, അവരുടെ പാസ്റ്റ്, അവരെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അവരുടെ പാസ്റ്റ് നമ്മൾ പഠിക്കണം, അവരുടെ ഹിസ്റ്ററി നമ്മൾ പഠിക്കണം. നമ്മൾ ഹ്യൂമൻ ഹിസ്റ്ററി പഠിക്കുന്ന പോലെ മുഗളന്മാർ, അങ്ങനെ ദ്രാവിഡം, അങ്ങനെ നമ്മൾ പഠിക്കുന്ന പോലെ രണ്ടെണ്ണം അങ്ങനെ പഠിക്കുന്ന പോലെ ഇവരെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് ഈ ലിവിങ് തിങ്സ്. ഇതാണ് എവല്യൂഷണറി ബയോളജി. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വേർ വി ആർ സ്റ്റഡിങ് ദ ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. ഇനി എന്താണ് എവല്യൂഷൻ? എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ചേഞ്ച് എന്നാണ് അർത്ഥം. ഒരു ചേഞ്ച്, ആൻ ഓർഡർലി ചേഞ്ച്. സോ this is actually to understand the changes in flora and fauna that have occurred over millions of years on Earth. അപ്പോൾ ഈ ചേഞ്ചസ് ഉണ്ടല്ലോ, ഈ ഫ്ലോറ ആൻഡ് ഫോണ, ദാറ്റ് മീൻസ് ഫ്ലോറ എന്ന് പറയുന്നത് പ്ലാന്റ് ഡൈവേഴ്സിറ്റിക്കും അനിമൽ ഡൈവേഴ്സിറ്റിക്കും ആ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ചേഞ്ചസിനെയാണ് നമ്മൾ എന്താ പറയുക, എവല്യൂഷൻ എന്ന് പറയുക. സോ എവല്യൂഷൻ ഈസ് ആക്ച്വലി വാട്ട്, ചേഞ്ച്, ഒരു ഓർഡർലി ചേഞ്ച് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് പഠിക്കുന്നത്? യു മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് കോണ്ടെക്സ്റ്റ്. ഇത് നമ്മൾ ആദ്യമേ ഇത് എവല്യൂഷനെ പറ്റി നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വി മസ്റ്റ് ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഒറിജിൻ ഓഫ് ലൈഫ്. കോണ്ടെക്സ്റ്റ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് നമ്മൾ പഠിക്കണം. ലൈഫ് ഒറിജിൻ ചെയ്തതിന് ശേഷമുള്ള എവല്യൂഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എവല്യൂഷൻ ഓഫ് എർത്തിനെ പറ്റി മനസ്സിലാക്കണം. എവല്യൂഷൻ ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കണം. യൂണിവേഴ്സിൻ്റെ അന്വേഷണം നമ്മുടെ സ്റ്റാർസ് ഉണ്ടായി, പിന്നെ നമ്മുടെ എർത്ത് ഉണ്ടായി, പിന്നെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു. ദെൻ ഓഫ് കോഴ്സ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതിന് ശേഷമാണല്ലോ എവല്യൂഷൻ നടക്കുന്നത്. സോ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദെയർ. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് ഫോളോസ് ഈസ് എ ലോങ്സ്റ്റ് ഓഫ് ഓൾ ദ കൺസ്ട്രൂഡ് ആൻഡ് കൺജക്റ്റഡ് സ്റ്റോറീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൺസ്ട്രൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റർപ്രിട്ടേഷനും, ആൻഡ് കൺജക്റ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റർപ്രിട്ടേഷനിൽ ഉണ്ടായിട്ടുള്ള ഒപ്പീനിയൻസുമാണ്. ഒപ്പീനിയൻസ് ബേസ്ഡ് ഓൺ ദ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ആക്ച്വലി എവല്യൂഷനിൽ നമ്മളിപ്പം ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് എർത്ത്, ഒറിജിൻ ഓഫ് ലൈഫ് എന്നൊക്കെ പറയാൻ നമുക്കൊരു ഭയങ്കര കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ല. നമ്മൾ ബേസ്ഡ് ഓൺ we cannot go back to that time, and we cannot recreate all these things. So based on the scientific facts and സ്റ്റഡീസ്, നമുക്ക് ചില ഒപ്പീനിയൻസ് ഉണ്ട്, ചില ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫോളോ ചെയ്യാൻ പോകുന്നത്. ദാറ്റ്സ് വാട്ട് എക്സ്പ്ലെയിനിങ് ഹിയർ. ഇനി okay, so this is the story of origin of life and evolution of life forms or biodiversity on planet Earth in the context of evolution of Earth and against the background of evolution of universe. So here we are again, തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതൊരു സ്റ്റോറിയാണ്. എന്ത് സ്റ്റോറിയാണ്? നമ്മുടെ ഒറിജിൻ ഓഫ് ലൈഫിൻ്റെയും എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസിൻ്റെയും. അപ്പോൾ ഒറിജിൻ ഓഫ് ലൈഫ്, evolution life forms and its biodiversity on planet Earth on the context of evolution of Earth. Earth's evolution, universe evolution ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം ഈ ചാപ്റ്ററിൽ. അപ്പോൾ എവല്യൂഷൻ എന്താണെന്നുള്ളതാണ് ബേസിക്കലി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് എവല്യൂഷൻ ഈസ് എ ചേഞ്ച്, റൈറ്റ്? ആൻഡ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ഹിസ്റ്ററി ഓഫ് ഓൾ ദ ലിവിങ് ഓർഗാനിസംസ് ഓർ ലൈഫ് ഫോംസ് ഓൺ എർത്ത്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുക. ഇനി ഒറിജിൻ ഓഫ് ലൈഫ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത്, ഒറിജിൻ ഓഫ് ലൈഫ്. ബട്ട് ഒറിജിൻ ഓഫ് ലൈഫ് പഠിക്കുന്നതിന് മുമ്പ് ഓഫ് കോഴ്സ് നമുക്ക് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് പഠിക്കണം. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് അറിഞ്ഞാൽ മാത്രമല്ലേ ഒറിജിൻ ഓഫ് ലൈഫിനെ പറ്റി പിന്നെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ തന്നെ പാരഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇയേഴ്സിനെ പറ്റിയാണ്. ഈ സ്റ്റെല്ലാർ ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, അതായത് ഈ പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗാലക്സീസ്, അതെല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് ലൈറ്റ് ഇയേഴ്സിലാണ്. ലൈറ്റ് ഇയേഴ്സ് നമ്മളതിനെ ലൈറ്റ് ഇയേഴ്സ് എന്ന് പറയാം. ലൈറ്റ് ഇയേഴ്സ്, ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.46 ട്രില്യൺ കിലോമീറ്റർ ആണ്. 9.46 ട്രില്യൺ കിലോമീറ്റർ ആണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ഭയങ്കര ഹ്യൂജ് ഡിസ്റ്റൻസ് ആണ്. സ്റ്റെല്ലാർ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഭയങ്കര ഹ്യൂജ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ മെൻഷൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി വാണ്ട് ടു മെൻഷൻ ഇത് സ്റ്റെല്ലാർ. ഇപ്പൊ നമ്മൾ സപ്പോസ് ഇപ്പൊ സ്റ്റാർസിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്.
When we look at stars on a clear night sky, we are in a way looking back in time. അതെങ്ങനെയാണ്? Okay, so what we see today is an object whose emitted light started its journey millions of years back and from trillions of kilometers away and reaching our eyes now. അപ്പൊ നമ്മളിപ്പോ ഇന്ന് രാത്രിയിൽ ഒരു സ്റ്റാറിനെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നിപ്പം 2023 നിന്നിട്ട് ഒരു സ്റ്റാറിനെ ഒബ്സർവ് ചെയ്യാണ്. അപ്പൊ എനിക്ക് സ്റ്റാർ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ സ്റ്റാർ അവിടെ ചിലപ്പോൾ കാണണമെന്ന് തന്നെ ഇല്ല. കാരണം എന്താണ്, ഇത് മേ ബി കുറേ വർഷങ്ങൾക്ക് മുമ്പ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് എമിറ്റ് ചെയ്ത ഒരു ലൈറ്റ് ഇപ്പോഴാണ് എൻ്റെ കണ്ണിൽ വന്ന് വീഴുന്നത് അല്ലേ. അപ്പോഴാണ് എനിക്ക് സ്റ്റാറിനെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ സ്റ്റാർ ഇപ്പം ചിലപ്പോൾ നിലവിൽ അവിടെ ഉണ്ടാവണം തന്നെ ഇല്ല. ദാറ്റ് മീൻസ് യു ആർ ആക്ച്വലി ലുക്കിംഗ് ടു ആൻ ഒബ്ജെക്ട്. അത് പാസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണ് അല്ലേ, പഴയ ഒരു കാലത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. സൂര്യനെ നോക്കുമ്പോഴതാണ് ഒരു 8 മിനിറ്റോളം എടുക്കും ഈ സൺലൈറ്റ് ഭൂമിയിൽ എത്താനായിട്ട്. അപ്പൊ അത്രയും എന്താണ്, നമ്മൾ അപ്പോഴും ഒരു പാസ്റ്റിലാണ് നമ്മൾ ആക്ച്വലി ചെക്ക് ചെയ്യുന്നത്, പാസ്റ്റാണ് നമ്മൾ ആക്ച്വലി കാണുന്നത്. എനിവേ ഇത് നമ്മൾ പറയുന്നത് ഇത്രയും വലുതാണ്, ഇത്രയും വാസ്റ്റ് ആണ് നമ്മളുടെ യൂണിവേഴ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഓക്കെ, റൈറ്റ്. ഇനി അതിന്റെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഒറിജിൻ ഓഫ് ലൈഫ് ഈസ് കൺസിഡേർഡ് യുണീക്ക് ഈവന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് യൂണിവേഴ്സ്. അത് നമ്മുടെ ഒറിജിൻ ഓഫ് ലൈഫിനെ പറ്റി പറയാനാണ്. ദ യൂണിവേഴ്സ് ഈസ് എ വാസ്റ്റ് തിങ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഭയങ്കര വാസ്റ്റ് ആണ്, ഭയങ്കര വലുതാണ്. ഒരു റിലേറ്റീവ്ലി സ്പീക്കിംഗ് എർത്ത് ഇറ്റ് സെൽഫ് ഈസ് ഓൾമോസ്റ്റ് ഓൺലി എ സ്പെക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിവേഴ്സ് ഒരു ഭയങ്കര വലിയ സാധനമാണ്. ഈ യൂണിവേഴ്സിൽ എർത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്പോട്ടാണ്. ആ വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിൽ എർത്ത് എന്ന് പറയുന്ന ചെറിയൊരു സ്പെക്കാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ചെറിയൊരു സ്പോട്ടിന്റെ അത്രേ ഉള്ളൂ, ഒരു ഡോട്ട് പോലെയേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ. അതാണ് മീൻ ചെയ്യുന്നത്. ബിക്കോസ് യൂണിവേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ബൗണ്ടറി ഉണ്ടോ എന്നുള്ളത് തന്നെ നമ്മളിപ്പോഴും എന്താണ് ഡിബേറ്റബിൾ ആണ്. ചിലർ പറയുന്നത് ഇത് തന്നെ ഇൻഫിനിറ്റ് ആണ്, ചിലത് പറയുന്നത് ഇതിന് ബൗണ്ടറി ഉണ്ടെന്ന് പറയാറുണ്ട്. എന്നാൽ ഈ അറിയാവുന്ന യൂണിവേഴ്സിൽ, നോൺ യൂണിവേഴ്സിൽ തന്നെ ബില്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ട്. വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ഓൾസോ. എനിവേ, സോ ദി യൂണിവേഴ്സ് ഈസ് വെരി ഓൾഡ്. ഓക്കെ, ഇവിടെ നമ്മൾ യൂണിവേഴ്സിന്റെ ഏജും അതിന്റെ ഒറിജിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 20 മില്യൺ ഇയേഴ്സ് ഓൾഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ടൈനി, ഒരു എന്താ പറയുന്ന, ഇത് എൻറ്റയർ മാറ്റർ വെർ കോൺസെൻട്രേറ്റഡ് ഇൻ എ ടൈനി സൂപ്പർ ആറ്റം എന്ന് വിളിക്കാം. അതെന്ത് ചെയ്യുന്നു, അതൊരു മെഗാ എക്സ്പ്ലോഷൻ പോകുന്നു, ഒരു എക്സ്പ്ലോഡ് ചെയ്യുന്നു. അത് എക്സ്പ്ലോഡ് ചെയ്യുന്നു. നമ്മൾ അതിനെ എന്ത് പറയും, ബിഗ് ബാങ് എന്ന് പറയും. അതിനുശേഷമാണ് എന്തുണ്ടായത്, അതിനുശേഷമാണ് ടൈം, സ്പേസ്, എനർജി, ഓർ ഓൾ ദീസ് തിങ്സ്, മാറ്റർ എല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വലിയ എക്സ്പ്ലോഷന് ശേഷമാണ്. ഇതെല്ലാം, ഈ മാറ്റർ എല്ലാം ആ ഒരു സിംഗുലാരിറ്റിയിലായിരുന്നു. ആ സിംഗുലാരിറ്റി ബ്ലാസ്റ്റ് ചെയ്യുന്നു. ആ ബ്ലാസ്റ്റിനെ നമ്മൾ ബിഗ് ബാങ് എന്ന് പറയും. അതിനാണ് തിയറി. ആ തിയറി വെച്ചിട്ടാണ് നമ്മൾ യൂണിവേഴ്സിനെ, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ ഇതിങ്ങനെ എന്താ പറയുക, എക്സ്പാൻഡ് ചെയ്തു, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ടെമ്പറേച്ചർ ഡൗൺ ആയി, ടെമ്പറേച്ചർ കെയിം ഡൗൺ ആൻഡ് ദാറ്റ് ലീഡ്സ് ദ കണ്ടൻസേഷൻ ഓഫ് ഗ്യാസസ് കണ്ടൻസ് ചെയ്തു. ആ കണ്ടൻസേഷൻ ഓഫ് ഗ്യാസസ് ലീഡ്സ് ദ ഫോർമേഷൻ ഓഫ് എ ഗാലക്സി. അപ്പൊ ആദ്യമേ സംഭവിച്ചു, ബിഗ് ബാങ് ഉണ്ടായി. ബിഗ് ബാങ് സംഭവിച്ചു, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തു, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തു. അപ്പം എന്ത് സംഭവിച്ചു, ടെമ്പറേച്ചർ താന്നു, ടെമ്പറേച്ചർ കെയിം ഡൗൺ. ആൻഡ് വെൻ ടെമ്പറേച്ചർ കെയിം ഡൗൺ, ഗ്യാസസ് ഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ആ ഗ്യാസസ് കണ്ടൻസ് ചെയ്തിട്ട് ഗാലക്സീസ് ഉണ്ടായി. അങ്ങനെ 200 ബില്യൺ ഓർ മോർ ദാൻ ഇത്രയും ബില്യൺസ് ഓഫ് ഗാലക്സീസ് ആർ ദർ ഇൻ ദ യൂണിവേഴ്സ്. our Milky Way is also one of them. മിൽക്കി വേ ഇതേപോലത്തെ ഒരു ഗാലക്സിയാണ്. നമ്മുടെ ഗാലക്സിയുടെ പേരാണ് മിൽക്കി വേ. മനസ്സിലായല്ലേ? ഈ മിൽക്കി വേയിൽ ഉണ്ടായിട്ടുള്ള ഒരു സോളാർ സിസ്റ്റമാണ് നമ്മുടെ സോളാർ സിസ്റ്റം. അങ്ങനെ തന്നെ ബില്യൺസ് ഓഫ് സോളാർ സിസ്റ്റംസ് ആർ ദെയർ ഇൻ ആർ മിൽക്കി വേ. നമ്മളുടെ അതിൽ ഒരു സോളാർ സിസ്റ്റമാണ്, ഹാവിങ് സൺ ഇൻ ദ മിഡിൽ ആൻഡ് പ്ലാനറ്റ്സ് ആർ സറൗണ്ടിങ് ദം. അതും ഒരു കണ്ടൻസേഷൻ, നെബുല ഹൈപ്പോത്തിസിസ് എന്ന് പറയും. കണ്ടൻസേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ആണ് ഈ പറഞ്ഞ പോലെ ഈ പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ കാരണം. എനിവേ, വി ആർ നോട്ട് ഗോയിങ് ടു ദ ഓഫ് ദാറ്റ് പാർട്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇതാണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. എന്തായാലും നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, സോ യൂണിവേഴ്സ് ഇസ് 20 വെരി ഓൾഡ് ആൻഡ് ഓൾമോസ്റ്റ് 20 ബില്യൺ ഇയേഴ്സ് ഓൾഡ്. ഹ്യൂജ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സി കംപ്രൈസ് ദ യൂണിവേഴ്സ്. അതെ ഞാൻ പറഞ്ഞു, കുറേ ഗാലക്സി ചേർന്നിട്ടുള്ളതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഗാലക്സീസ് കണ്ടെയ്ൻ സ്റ്റാർസ് ആൻഡ് ക്ലൗഡ്സ് ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റ്. ഗാലക്സിയിലുള്ളത് സ്റ്റാർസ് ഉണ്ട്, ക്ലൗഡ്സ് ഉണ്ട്, ഈ ഡസ്റ്റ് ഉണ്ട്, വിച്ച് ഫോം ബിക്കോസ് ഓഫ് ഓൾ ദിസ് ദ ബിഗ് ബാങ് ആൻഡ് ഓൾ. കൺസിഡറിങ് ദി സൈസ് ഓഫ് ദി യൂണിവേഴ്സ്, ദ എർത്ത് ഈസ് ഇൻഡീഡ് എ സ്പെക്ക്. ഓൾറെഡി പറഞ്ഞു, ഭയങ്കര വലുതാണ്. ഒരു എർത്ത് വളരെ ടൈനി സ്പോട്ടാണ്. The Big Bang theory attempts to explain to us the origin of universe. Origin of universe explain ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഗ് ബാങ് എന്ന് പറഞ്ഞ തിയറി യൂസ് ചെയ്യുന്നത്.
ജോർജസ് ലീമൈറ്റർ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ് ഇത് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ബിഗ് ബാങ് തിയറി. It talks of a singular huge explosion unimaginable in physical terms. ഒരു മാറ്റർ മൊത്തം കണ്ടൻസ് സിംഗുലായിട്ട് എക്സ്പ്ലോഡ് ചെയ്യുന്നു. And then the universe expanded and hence the temperature came down. Hydrogen and helium formed sometime later, and then these gases condensed under gravitation and formed the galaxies. അപ്പോൾ എക്സ്പ്ലോഡ് ചെയ്യുന്നു, യൂണിവേഴ്സ് ഉണ്ടാകുന്നു, ടെമ്പറേച്ചർ എക്സ്പാൻഡ് ചെയ്യുന്നു, ടെമ്പറേച്ചർ കുറയുന്നു, ഹൈഡ്രജൻ ഹീലിയം പോലത്തെ ഗ്യാസസ് കണ്ടൻസ് ചെയ്തിട്ട് ഗാലക്സീസ് ഉണ്ടാവുന്നു. മനസ്സിലായില്ലേ? ഇൻ ദ സോലാർ സിസ്റ്റം ഓഫ് ദ മിൽക്കി വേ, ഇൻ ദ സോലാർ സിസ്റ്റം ഓഫ് ദ മിൽക്കി വേ ഗാലക്സി, മിൽക്കി വേ ഗാലക്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാലക്സിയാണ്. എർത്ത് വാസ് സപ്പോസ് ടു ഹാവ് ബീൻ ഫോംഡ് അറൌണ്ട് 4.5 ബില്യൺ. അപ്പൊ എർത്തിന്റെ ഒറിജിൻ ഇവിടെ പറയുന്നുണ്ട്. എപ്പോഴാണ് നമ്മുടെ മിൽക്കി വേയിൽ എർത്ത് ഫോം ചെയ്തിരിക്കുന്ന 4.5 ബില്യൺ ഇയേഴ്സ് ബാക്ക് ആണ്. സോ ഒറിജിൻ ഓഫ് എർത്ത്, അല്ലെ ഫോർമേഷൻ ഓഫ് എർത്ത് ഹാപ്പൻ അറൌണ്ട് 4.5 ബില്യൺ ഇയേഴ്സ് ബാക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. ദർ വാസ് നോ അറ്റ്മോസ്ഫിയർ. അപ്പം ഏർലി നമ്മുടെ പല അതർ പ്ലാനറ്റ്സിനെ പോലെ വലിയ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു പ്രോപ്പർ അറ്റ്മോസ്ഫിയർ ഒന്നും ഇല്ലായിരുന്നു എർത്തിന്. ബട്ട് മെയിൻലി നമ്മുടെ ഈ എർത്ത് വാസ് വെരി ഹോട്ട് ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ടു റിലീസ് മെനി സബ്സ്റ്റൻസസ്. ആൻഡ് ബിക്കോസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നു, മീഥേൻ ഉണ്ടായിരുന്നു, കാർബൺ ഡയോക്സൈഡ് കണ്ടന്റ് കൂടുതലായിരുന്നു, അമോണിയ ഉണ്ടായിരുന്നു. ദിസ് വാസ് ബീൻ റിലീസ് ബൈ മോൾട്ടൺ മാസസ് കവേർഡ് ദ സർഫസ്. അപ്പോൾ ഈ നമ്മൾ ഉരുകുന്ന ഒരു സാധനമായിരുന്നല്ലോ ആ സമയത്ത്, എർത്ത് ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര ഹോട്ടായിരുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു, നമ്മളുടെ എർത്തിന്റെ അകത്തുനിന്ന് ഈ മീഥേന് അല്ലെങ്കിൽ ഈ ഹൈ ടെമ്പറേച്ചർ കാരണം വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ്, അമോണിയ, എവറിത്തിങ് ഈസ് ബീൻ റിലീസ് ടു സർഫേസ്. ഈ സമയത്ത് നമ്മുടെ യു വി റേസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു വി റേസ് നമ്മുടെ വാട്ടർ മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്യും. വാട്ടർ വേപ്പർ ആണല്ലോ, റിലീസ് വാട്ട് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഈ ഹൈഡ്രജൻ ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് എസ്കേപ്പ് ആയി, ഇത് നേരെ സ്പേസിലോട്ട് എസ്കേപ്പ് ആയി പോയി. ബട്ട് ദിസ് ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജൻ ആക്ച്വലി reacted with methane and ammonia. Oxygen ഇതുമായിട്ട് റിയാക്ട് ചെയ്തു, കൺവേർട്ടഡ് ഇറ്റ് ഇൻ ടു കാർബൺ ഡയോക്സൈഡും അതേപോലെ തന്നെ വാട്ടർ മോളിക്യൂളും അങ്ങനത്തെ സംഭവങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദ യു വി റേസ് ഫ്രം ദ സൺ ബ്രോക്കപ്പ് വാട്ടർ ഇൻ ടു, ഫോട്ടോലൈസിസ് ആണ്, ബ്രോക്കപ്പ് ഇൻ ടു water broke up water into hydrogen and oxygen, and the lighter H2 escape to the എന്താണ് ഗ്രാവിറ്റേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് നേരെ സ്പേസിലോട്ട് പോയി. ആരാണ്? H2. ബട്ട് ഇവിടെ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ കമ്പൈൻ വിത്ത് അമോണിയ ആൻഡ് മീഥൈൻ ടു ഫോം വാട്ടർ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതേഴ്സ്. അത് ഓക്സിജൻ മറ്റുള്ള അമോണിയ ആയിട്ട് മീഥൈനോ ആയിട്ട് അതിനെ ഓക്സിഡൈസ് ചെയ്യുന്നു, വാട്ടറും എന്ത് സംഭവിക്കുന്നു, കാർബൺ ഡയോക്സൈഡും പിന്നെ വേറെ കൂടെ സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടാവുന്നു. ദ ഓസോൺ ലെയർ വാസ് ഫോംഡ്. സി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഓക്സിജന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഫോട്ടോലൈസിസ് അല്ല. ഈ ഉണ്ടായ മെജോറിറ്റി ഓഫ് ദ ഓക്സിജൻ ഈസ് ബീൻ യൂസ്ഡ് ഔട്ട് ടു ഓക്സിഡൈസ് ദ അമോണിയ ആൻഡ് മീഥൈൻ. Major source of oxygen in our atmosphere is, of course, it was from photosynthesis. കുറച്ച് കഴിയുമ്പോഴത്തേക്കും സൈനോ ബാക്ടീരിയാസ് ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ പോലത്തെ ക്ലോറോഫിൽ കണ്ടെയ്നിങ് വാട്ടർ യൂസ് ചെയ്ത് ഫോട്ടോസിന്തസിസ് നടത്തുന്ന ഓർഗാനിസംസ് ഉണ്ടാകുന്നുണ്ട്. അവർ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആസ് എ റിസൾട്ട് ആണ് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ഇൻക്രീസ് ചെയ്യുന്നത്. ഈ ഫോട്ടോലൈസിസ് ഉണ്ടായ ഓക്സിജൻ കുറച്ച് ഒരു എന്താ പറയുക, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ബട്ട് അത് കൂടുതലും കൺസ്യൂം ഫോർ വാട്ട്, ദിസ് കൺവേർട്ടിങ് അമോണിയ ആൻഡ് മീഥേൻ ടു വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേജർ സോഴ്സ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോലൈസിസ് അല്ല, ബട്ട് പിന്നെ ഉണ്ടാകുന്ന ഫോട്ടോസിന്തസിസ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ഓക്സിജൻ എവല്യൂഷന് ശേഷം നടന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് പറയുന്നത് ഓസോൺ ലെയറിന്റെ ഫോർമേഷൻ ആണ്. ബിക്കോസ് അതുവരെ നമുക്ക് എന്തില്ലായിരുന്നു, ഒരു ഓസോൺ ലെയർ ഇല്ലായിരുന്നു. ഇപ്പം എന്ത് സംഭവിച്ചു, ഒരു ഓസോൺ ലെയർ ഉണ്ടായ നമ്മുടെ ഗ്ലോബിന് ചുറ്റും, നമ്മുടെ എർത്തിന് ചുറ്റും ഒരു ഓസോൺ ലെയർ ഉണ്ടായോ. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്കൊരു പ്രോപ്പർ ടെമ്പറേച്ചർ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കോസ്മിക് റേഡിയേഷൻസിനെ എല്ലാം പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ കോസ്മിക് റേഡിയേഷൻസ് ബീൻ പ്രിവെന്റഡ്, environment, a positive environment for the life has been developed in the globe, in the earth. So that is what happened. So as it cooled, അപ്പോൾ അതൊക്കെ കൊണ്ട് പൈപ്പ് ചെയ്ത് കൂളായി തുടങ്ങി. കാരണം മോൾട്ടൺ റോക്ക് ആയിരുന്നു, പിന്നെ അത് കൂളായി തുടങ്ങി. കൂളായപ്പോൾ സംഭവിച്ചൊരു മേജർ ഇതെന്ന് പറയുന്നത് ഈ വാട്ടർ വേപ്പർ ആയിരുന്നല്ലോ. ഇത്ര സമയം ഭയങ്കര ചൂടായതുകൊണ്ട് വാട്ടർ വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ഫോളോ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ടൊറൻഷ്യൽ റെയിൻസ് ആപ്പൻ. ഒരു ബില്യൺസ് ഓഫ് ഇയേഴ്സ് നീണ്ടിരിക്കുന്ന റെയിൻ ഉണ്ടായി. അപ്പം റെയിൻ ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ എർത്തിന്റെ സർഫസിലുള്ള ഡിപ്രഷൻ ഉണ്ടല്ലോ. എർത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല. ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഡിപ്രഷൻസ് ഉള്ള ഒരു റോക്കാണ്.
അപ്പൊ ഈ ഡിപ്രഷൻസിലേക്ക് എന്ത് വന്നു വീണു? വാട്ടർ വന്നു വീണു അല്ലെ? വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് റെയിൻ കാരണം കണ്ടൻസ് ചെയ്തിട്ട് വന്നു വീണു. ഇതെന്ത് സംഭവിച്ചു? ദാറ്റ് ലീഡ്സ് എ ഫോർമേഷൻ ഓഫ് വാട്ട്? സീ ഉണ്ടായി. അങ്ങനെയാണ് സീ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? സോ എർത്ത് cooled and water vapor condensed and fell as rain to fill all the depressions and form the oceans. അങ്ങനെയാണ് ഓഷ്യൻസ് ഉണ്ടാകുന്നത്. ആൻഡ് ഓഷ്യൻസിലാണ് എന്ത് ഉണ്ടാകുന്നത്? ലൈഫ് അപ്പിയർ ചെയ്യുന്നത്. ഈ ഓഷ്യൻസിലാണ് എന്ത് സംഭവിച്ചത്? ലൈഫ് ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ലൈഫ് അപ്പിയർഡ് 500 million years ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് എർത്ത്. അപ്പൊ 4.5 ബില്യൺ ഇയേഴ്സിന് മുമ്പാണ് എന്തുണ്ടായത്? ബില്യൺ ഇയേഴ്സിന് മുമ്പാണ് എർത്ത് ഉണ്ടായത്. അപ്പോൾ അതിന് 500 ഇയേഴ്സിന് ശേഷം അല്ലേ, ലൈഫ് അപ്പിയർഡ് 500 million years ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് എർത്ത്. അപ്പോൾ 500 million years കഴിഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 4 ബില്യൺ ഇയേഴ്സ് ബാക്കിൽ തന്നെ ലൈഫ് ഉണ്ടായി, ലൈഫ് അപ്പിയർ ചെയ്തു. സോ ലൈഫ് അപ്പിയർഡ് ലൈഫ് അപ്പിയർഡ് 500 million years after the formation of Earth, or almost 4 billion years back. ഓക്കെ, റൈറ്റ്. സോ അതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, ഒറിജിൻ ഓഫ് എർത്ത് ഒക്കെയാണ്. നൗ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് ആണ്. എപ്പോഴും അറിയാലോ, ഒരുപാട് ആദ്യമേ സയന്റിഫിക് തിയറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ദെൻ ഇറ്റ് വിൽ ബി സപ്പോർട്ടഡ് ബൈ സം എവിഡൻസസ് ആൻഡ് ഫൈനലി വിൽ കൺക്ലൂഡ് ഇറ്റ്. ഇവിടെ എന്താണ് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ theories proposed by different person, different scientists to explain how life originated. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു സ്പോർ തിയറിയാണ്, ഒരു പാനാസ്പെർമിയ, സ്പോർ തിയറി ഓർ പാനാസ്പെർമിയ എന്ന് പറഞ്ഞൊരു തിയറിയാണ്. സോ വാട്ട് വാസ് ദിസ് ലൈക്ക് സ്പോർ തിയറി ഓർ പാനാസ്പെർമിയ തിയറി എന്ന് പറയുന്നത് ലൈഫ് കെയിം ഫ്രം ഔട്ട്സൈഡ്. അതായത് ലൈഫ് വേറെ എവിടെയാണ് ഉണ്ടായത്? ഒരു ഔട്ടർ സ്പേസിലാണ് ഉണ്ടായത്. അവിടുന്ന് ഇങ്ങനെ സ്പേസ് വഴി വന്ന് ഭൂമിയിൽ വീണു. അവിടുന്ന് വീണ്ടും എന്താ പറയുന്നത്, എവല്യൂഷൻ സംഭവിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഏർലി ഗ്രീക്ക് തിങ്കേഴ്സ് തോട്ട് യൂണിറ്റ്സ് ഓഫ് ലൈഫ് കോൾഡ് സ്പോർസ് വെർ ട്രാൻസ്ഫേർഡ് ടു ഡിഫറെന്റ് പ്ലാനറ്റ്സ് ഇൻക്ലൂഡിങ് എർത്ത്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാനറ്റ്സിൽ വന്നു. ആ ഒരു തിയറിയാണ് നമ്മൾ പാൻസ്പെർമിയ അല്ലെങ്കിൽ സ്പോർ തിയറി എന്ന് പറയുക. സോ ഫസ്റ്റ് തിയറി പാൻസ്പെർമിയ സ്പോർ തിയറി. എന്താ പറയുക? യാസ്, ഔട്ടർ സ്പേസിൽ ലൈഫ് ഉണ്ടായിട്ട് അത് എർത്തിൽ വന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചില ആസ്ട്രോണമേഴ്സ് ഒക്കെ ഇപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് തിയറി. സെക്കൻഡ് തിയറി എന്ന് പറയുന്നത് എ ബയോജെനിസിസ് ആണ്. എ ബയോജെനിസിസ്. ഈ ഗ്രീക്ക് ചിന്തകന്മാർ, ഗ്രീക്ക് ഫിലോസഫേഴ്സ് ബിലീവ് ദാറ്റ് ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം നോൺ ലിവിങ് സബ്സ്റ്റൻസസ്. ഒരു ജീവനില്ലാത്ത വസ്തുക്കൾ, നോൺ ലിവിങ് സബ്സ്റ്റൻസസ് നിന്നാണ് ലൈഫ് ഉണ്ടാകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദാറ്റ്. ഫോർ എ ലോങ് ടൈം ഇറ്റ് വാസ് ഓൾസോ ബിലീവ് ദാറ്റ് ലൈഫ് കെയിം ഔട്ട് ഓഫ് ഡീക്കേയിങ് ആൻഡ് റോട്ടിങ് മാറ്റർ ലൈക്ക് സ്ട്രോ, മഡ് എറ്റ്സെട്ര. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീക്കേ ചെയ്യുന്ന റൂട്ടിങ് ആയിട്ടുള്ള സ്ട്രോയിൽ നിന്നും മഡിൽ നിന്നും ഒക്കെയാണ് ലൈഫ് ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ എ ബയോജെനിസിസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പറയാം തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. ഓക്കെ, എ ബയോജെനിസിസ് മീൻസ് ജെനിസിസ് മീൻസ് ഫോർമേഷൻ, ബയോ മീൻസ് ലൈഫ്, എ ബയോ മീൻസ് നോൺ ലിവിങ്. നോൺ ലിവിംഗ് നിന്ന് ലൈഫ് ഉണ്ടാകുന്നതിന് എ ബയോജെനിസിസ് എന്ന് പറയാം. അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് നോൺ ലിവിംഗ് നിന്ന് ലൈഫ് ഉണ്ടാകുന്നു സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയാം. ഓക്കെ, പക്ഷെ ഈ തിയറിയെ ഡിസ്കാർഡ് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ ലൂയിസ് പാസ്റ്റർ നടത്തിയത്. ലൂയിസ് പാസ്റ്റർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, Louis Pasteur, by careful experimentation, demonstrated that life comes only from pre-existing life, and he discarded this abiosis. ലൂയിസ് പാസ്റ്ററിന്റെ എക്സ്പെരിമെന്റ് ഈ സ്പോണ്ടേനിയസ് ജനറേഷനെ ഡിസ്കാർഡ് ചെയ്തു. എന്നിട്ട് പുള്ളി എന്താ പ്രൂവ് ചെയ്തത്? ലൈഫ് എന്തിന്ന് മാത്രമേ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്, ഓൾറെഡി ജീവനുള്ള ഒരു വസ്തുവിന് മാത്രമേ ഒരു പുതിയ ലൈഫ് ഉണ്ടാവുള്ളൂ എന്ന് പുള്ളി പ്രൂവ് ചെയ്തു. ഓക്കെ, സോ എങ്ങനെയാ ചെയ്തെന്ന് നോക്കാം. He showed that in pre-sterile flask, life did not come from killed yeast, while another flask open to air, new living organisms arose from killed yeast. അപ്പോൾ ഇത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി വാസ് ഡിസ്മിസ്ഡ് വൺസ് ആൻഡ് ഫോർ ഓൾ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റോടുകൂടി സ്പോണ്ടേനിയസ് ജനറേഷൻ ഓർ എബയോജെനസിസ് കംപ്ലീറ്റ്ലി ഡിസ്കാർഡ് ചെയ്തു. ഓക്കെ, എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാനക് എക്സ്പെരിമെന്റ് എന്ന് പറയും. ഹി ക്രിയേറ്റഡ് എ ഫ്ലാസ്ക് ലൈക്ക് ദിസ്, ഹാവിങ് ഒരു സ്വാനക്കിന്റെ പോലത്തെ ഒരു ഫ്ലാസ്ക് ഉണ്ടാക്കി. എന്നിട്ട് പുള്ളി വേറൊരു ഫ്ലാസ്ക് ഉണ്ടാക്കി, അത് ഓപ്പൺ നെക്കായിരുന്നു. ഓക്കെ, എന്നിട്ട് ഇതിൽ ഷുഗറും ഈസ്റ്റും എല്ലാം കൂടി ഇട്ടു, ഷുഗർ ഈസ്റ്റും കൂടെ എല്ലാം കൂടി ഇട്ടിട്ട് ഇതിനെ ബോയിൽ ചെയ്തു. ഓക്കെ, ഷുഗറിന് ഈസ്റ്റിനെ ബോയിൽ ചെയ്തു.
ആ ഒരു ന്യൂട്രിയൻ സൊല്യൂഷനെ ബോയിൽ ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചാൽ അത് എല്ലാം സ്റ്റെറിലൈസ് ചെയ്തു. ഇവിടെയും അതേപോലെ തന്നെ ഈസ്റ്റും ഷുഗറും ഒക്കെ ഇട്ട് ബോയിൽ ചെയ്തു. അപ്പം ഇത് സ്റ്റെറിലൈസ്ഡ് ആയി. എന്നിട്ട് ഇത് രണ്ടും പുള്ളി ഡിസ്റ്റർബ് ചെയ്യാതെ വെച്ചിരുന്നു. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ഹി ഒബ്സർവ് ദാറ്റ് ഈ ഓപ്പൺ ആയിട്ടുള്ളതിനകത്ത് എന്ത് സംഭവിച്ചു, പുതിയ ലൈഫ് ഫോം ചെയ്തു. പക്ഷെ ഇവിടെ എന്താണ്, ഈ സ്വാനക്കില് ലൈഫ് ഉണ്ടായില്ല, പുതിയ ലൈഫിനെ കാണാൻ പറ്റിയില്ല. കാരണം അപ്പൊ ഇതിലെന്താ ഇങ്ങനെ ഓപ്പൺ നെക്കിൽ എന്താ ഉണ്ടായത്, ഓപ്പൺ ബോട്ടിൽ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലൈസിന്റെ ലാർവയൊക്കെ ഇതിനകത്ത് ഈസി ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. ബട്ട് ഈ സ്വാനക്കിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഇതിനൊരു ബെൻഡ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും അകത്തേക്ക് വന്നാൽ പോലും ഈ ബെൻഡിൽ ട്രാപ്പ് ആയി പോകാൻ, ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് കനോട്ട് റീച്ച് ടു ദ ന്യൂട്രിയൻ ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ അവിടെ ലൈഫ് ഉണ്ടാവും ചെയ്യില്ല. അപ്പൊ എന്ന് വെച്ചാൽ എന്താണ്, ലൈഫ് ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലും ഒരു ജീവനുള്ള വസ്തുവിന്റെ ലാർവയോ ജീവനുള്ള വസ്തുവിന്റെ പ്രസൻസോ ഉണ്ടാവണം. അതിൽ നിന്ന് മാത്രമേ പുതിയ ലൈഫ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ലൈഫ് ഉണ്ടാവില്ല. സോ ദിസ് ലൂയിസ് പാസ്റ്റേഴ്സ് Svanek experiment completely discarded this theory of abiogenesis or spontaneous generation. എന്നിട്ട് എന്ത് പറഞ്ഞു പുള്ളി, എന്താ പറഞ്ഞ, ലൈഫ് അറോസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് അല്ലേ, അങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിന്റെ അല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ ഹൗ ലൈഫ് ഒറിജിനേറ്റഡ് എന്നുള്ളതാണ്. ഹൗവർ ദിസ് ഡിഡ് നോട്ട് ആൻസർ ഹൗ ദ ഫസ്റ്റ് ലൈഫ് ഫോം കെയിം ഫ്രം. അതിനൊരു ആൻസർ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിനൊരു ആൻസർ തന്ന ആളാണ് അല്ലെങ്കിൽ ആൾക്കാരാണ് നമ്മുടെ Oparin, Russian Oparin and Haldane from England. They proposed that first form of life could have come from pre-existing non-living organic molecules like RNA, protein, etc. ഇതൊരു ടൈപ്പ് ഓഫ് എബയോജെൻസിസ് ആണ്. പക്ഷെ ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നത് എന്താണ്, ആ പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ് നിന്നാണ് ലൈഫ് ഉണ്ടായത്. എങ്ങനത്തെ ഓർഗാനിക് മോളിക്യൂൾസ് ആണ്, RNA പ്രോട്ടീൻസ് പോലത്തെ ഓർഗാനിക് മോളിക്യൂൾസ് ആണ് ഉണ്ടായത്. ആൻഡ് ദാറ്റ് ഫോർമേഷൻ ഓഫ് ലൈഫ് വാസ് പ്രസീഡഡ് ബൈ കെമിക്കൽ എവല്യൂഷൻ. ഫോർമേഷൻ ഓഫ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കെമിക്കൽ എവല്യൂഷൻ. അപ്പൊ കെമിക്കൽ എവല്യൂഷനിൽ നിന്നാണ് ഇങ്ങനത്തെ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായത്. ആൻഡ് വാട്ട് ഈസ് കെമിക്കൽ എവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കെമിക്കൽ എവല്യൂഷൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് ഡൈവേഴ്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഫ്രം ഇനോർഗാനിക് കോൺസ്റ്റിറ്റ്യുവൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനോർഗാനിക് കോൺസ്റ്റിറ്റ്യുവൻസ് എന്തായാലും എർത്തിൽ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. അതിൽ നിന്ന് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവും. ആ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് എന്തുണ്ടായി, അപ്പൊ ഇനോർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവുക. ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് ലൈഫ് ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുക. ഇതാണ് നമ്മുടെ ഒപ്പാരനും ഹാൾഡിനും പ്രപ്പോസ് ചെയ്തത്. ഇങ്ങനെയാണ് ലൈഫ് ഉണ്ടായെന്ന് പ്രപ്പോസ് ചെയ്തത്. ലെറ്റ്സ് ഗോ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ്. അപ്പൊ എയർലി കണ്ടീഷൻസിൽ നമ്മൾ പറഞ്ഞു എർത്തുമായിട്ട് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. വോൾക്കാനിക് സ്റ്റോംസ് വേർ ദർ, റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എന്ന് വെച്ചാൽ H+ അയൺസിന്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലായിരുന്നു. ഓക്സിജൻ ആബ്സെന്റ് ആയിരുന്നു. റൈറ്റ് നൗ എന്താ ലൈഫ് ഇവിടെ ഉണ്ടാകാത്ത, റൈറ്റ് നൗ ആർ അറ്റ്മോസ്ഫിയർ ഈസ് ഓക്സിഡൈസിങ്, ബട്ട് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ വാസ് റെഡ്യൂസിങ്. അത് മാത്രമല്ല എനർജി സോഴ്സസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഹൈ ടെമ്പറേച്ചർ, വോൾക്കാനിക് സ്റ്റോംസ്, അതേപോലെ ലൈറ്റനിങ്, അതേപോലെ തന്നെ കോസ്മിക് റേഡിയേഷൻസ്, UV റേഡിയേഷൻസ്, ഇതെല്ലാം എനർജി സോഴ്സസ് ആയിരുന്നു. ആ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്, മീഥേൻ ഉണ്ടായിരുന്നു, അമോണിയ ഉണ്ടായിരുന്നു, ആൻഡ് കാർബൺ ഡയോക്സൈഡ് എക്സെട്ര റിച്ച് ആയിരുന്നു. അപ്പം ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു മീഥേൻ അല്ലെങ്കിൽ അമോണിയ പോലത്തെ സബ്സ്റ്റൻസസിൽ നിന്നും എന്തുണ്ടായി, സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ലൈക്ക് അമിനോ ആസിഡ് അല്ലെങ്കിൽ ഷുഗേഴ്സ് എന്ന സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി. അതിൽ നിന്ന് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ടുള്ള പോളിസാക്രൈഡ്സ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ന്യൂക്ലിയിക് ആസിഡ്സ് പോലെ ഉണ്ടായി. എന്നിട്ട് ഈ ന്യൂക്ലിയിക് ആസിഡ്സിന് ഒരു കവർ വന്ന്, ഒരു കോട്ടിങ് വന്നിട്ടാണ് ലൈഫായിട്ട് മാറിയത്. അതിനെയാണ് നമ്മൾ കെമിക്കൽ എവല്യൂഷൻ എന്നും ഫോളോഡ് ബൈ ദാറ്റ് നമ്മൾ ബയോളജിക്കൽ എവല്യൂഷൻ എന്നും പറയാം. അപ്പൊ ഇതാണ് ഇവർ പുട്ട് ഫോർവേഡ് ചെയ്തത്. ഇതാണ് ഇവർ പറഞ്ഞത്. ആരാണ്, പാരനും ഹാൾഡേനും പറഞ്ഞത്. പക്ഷെ ഇവർ പറഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ, ഇല്ല. പക്ഷെ അതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1953 മില്ലർ, റൈറ്റ്, സ്റ്റാൻലി മില്ലർ എന്ന് പറഞ്ഞ അമേരിക്കൻ സയന്റിസ്റ്റ് ഒരു ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. എന്തായിരുന്നു എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആ എക്സ്പെരിമെന്റിന്റെ നടത്തിയ ഒരു അപ്പാരറ്റസിന്റെ മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു അപ്പാരറ്റസ് കണ്ടാൽ നമുക്കറിയാം, ഒരു വാക്വം പമ്പ് ഉണ്ട്. എയർ മൊത്തം ഈ നമ്മുടെ അറ്റ്മോസ്ഫിയർ കയറണമെങ്കിൽ വലിച്ചു കളയാം. എന്നിട്ട് താഴെ വാട്ടർ ബോയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചേംബർ ഉണ്ട്, ഗ്യാസ് ചേംബർ ഉണ്ട്. അതിലേക്ക് ഇത് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടൻസർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്താ നമ്മുടെ തണുത്ത വെള്ളം പോകുന്നു, വെള്ളം ഇങ്ങനെ സറൗണ്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ എങ്ങനെ ഈ മെക്കാനിസം നോക്കാം. സോ ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് അപ്പാരറ്റസ് റീക്രിയേറ്റഡ്
ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദാറ്റ് ഏർലി എർത്ത്, ആ ലൈഫ് ഉണ്ടായ സമയത്തുള്ള എർത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? വാട്ടർ ബോയിൽ ചെയ്തു. എന്തിനു വേണ്ടി? വാട്ടർ വേപ്പറിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ എന്താ, ഇതിലെല്ലാം വാട്ടർ വേപ്പർ ഫില്ല് ചെയ്തു. എത്ര ഡിഗ്രിയിലാണ്? 800 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ വേപ്പർ ഉണ്ട്, ലൈക്ക് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിലെ പോലെ. ഏഹ് എന്നിട്ട് ഇതിൽ എന്തൊക്കെ കൊടുത്തു? ഇതിലെ ഗ്യാസസിൽ എന്തൊക്കെ കൊടുത്തു? എന്തൊക്കെ ഗ്യാസ് കൊടുത്തു? മീഥേൻ കൊടുത്തു, അമോണിയ കൊടുത്തു, വാട്ടർ വേപ്പർ കൊടുത്തു. വാട്ടർ വേപ്പർ ഓൾറെഡി ഞാൻ പറഞ്ഞു, വാട്ടർ വേപ്പർ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെയുള്ളത്? ഈ ഒരു ഗ്യാസ് ചേമ്പറിനകത്ത് എന്തൊക്കെയുള്ള? ഇപ്പം മീഥേൻ ഉണ്ട്, അമോണിയ ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് കൂടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവിടുന്ന് ഇലക്ട്രിക് പവർ കൊടുക്കുന്നത്. 75,000 വോൾട്സിന്റെ ഒരു പവറാണ് നമ്മൾ ഇവിടെ കൊടുത്തത്, 75,000. അപ്പൊ ഇതിങ്ങനെ ഗ്യാസ് ഇങ്ങനെ ഇതിലെ കൂടെ പോകുന്നു, ഇലക്ട്രിക് ഷോക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിലെ പോലെ തന്നെ എന്ത് സംഭവിച്ചു? ഈ സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ്, അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ലൈക്ക് മീഥേൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ എക്സെട്ര, ദേ റിയാക്റ്റഡ് ആൻഡ് ദേ കൺവേർട്ടഡ് ടു വാട്ട്? സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾ. നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇത് ഇങ്ങനെ കണ്ടൻസ് ചെയ്ത്, വാട്ടർ വേപ്പറിനെ കണ്ടൻസ് ചെയ്ത് ഇവിടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഇവിടുന്ന് വാട്ടർ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വി ആർ ഏബിൾ ടു ഫൈൻഡ് ദാറ്റ് മെനി അമിനോ ആസിഡ്സ് ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് എക്സ്പെരിമെന്റ്. ഇവർ ചെയ്ത എക്സ്പെരിമെന്റിൽ ഇവർക്ക് മെയിൻ ആയിട്ട് കിട്ടിയത് ഗ്ലൈസിൻ, അലാനിൻ ആൻഡ് അസ്പാർട്ടേറ്റ് ആണ്. അലാനിൻ ആൻഡ് അസ്പാർട്ടേറ്റ്, ഈ 3 അമിനോ ആസിഡ്സ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റ് അവസാനം ദേ വർ ഏബിൾ ടു ഫൈൻഡ്. ഓക്കെ, ഇത്രയും വലിയൊരു എക്സ്പെരിമെന്റ് അവസാനം കിട്ടിയത് ഈ 3 അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, ഇത് മാത്രമല്ല, അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി സയൻറ്റിസ്റ്റുകൾ ഒത്തിരി എക്സ്പെരിമെന്റ് ചെയ്തു. ആൻഡ് യുനോ ഷുഗേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷുഗേഴ്സ്, നൈട്രോജനസ് ബേസസ്, പിഗ്മെന്റ്സ്, ഫാറ്റ്സ്, ഇതെല്ലാം ഇൻ സിമിലർ എക്സ്പെരിമെന്റ്സ് അതേഴ്സ് ഒബ്സർവ്ഡ് ഫോർമേഷൻ ഓഫ് ഷുഗേഴ്സ്, നൈട്രോജൻ ബേസസ്, പിഗ്മെന്റ്സ് ആൻഡ് ഫാറ്റ്സ് ഓൾസോ ഫോംഡ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, സോ ഇഫ് these conditions were there, or ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ഓഫ് കോഴ്സ് the possibility, the probability of formation of all these organic compounds are actually possible. എന്ന് വെച്ചാൽ the Miller's experiment proved that the chemical evolution is something actually happened, right? Chemical evolution. So we believe that life originated through chemical evolution. But ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കെമിക്കൽ എവല്യൂഷനിൽ പറയുന്നത് എന്താണ്? കെമിക്കൽ എവല്യൂഷൻ എന്താണ്? കെമിക്കൽ എവല്യൂഷൻ പറയുന്നത് ഈ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഇത് മാത്രമല്ല ഇതിന്റെ ഒരു എവിഡൻസ് എന്ന് പറയുന്നത് കെമിക്കൽ എവല്യൂഷന്റെ. നമ്മൾ മീറ്റിയോറൈറ്റ്സിന്റെ കണ്ടന്റിനെ പഠിച്ചപ്പോഴും, മീറ്റിയോറൈറ്റ്സ് അറിയാലോ, പുറത്തുനിന്ന് വരുന്ന ഈ ഉൽക്ക എന്നൊക്കെ പറയുന്ന സാധനം. അനാലിസിസ് ഓഫ് മീറ്റിയോറൈറ്റ് കണ്ടന്റ് ഓൾസോ റിവീൽഡ് സിമിലർ കോമ്പൗണ്ട്സ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് സിമിലർ പ്രോസസ്സസ് ആർ ഒക്കേറിംഗ് എൽസ്വെയർ ഇൻ സ്പേസ്. അപ്പൊ ഇതും ഇതിന്റെ ഒരു എവിഡൻസ് ആണ്. എന്തിന്റെ ഒരു എവിഡൻസ് ആണ്? കെമിക്കൽ എവല്യൂഷന് 2 എവിഡൻസ് പറയാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. രണ്ടെന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് മീറ്റിയോറൈറ്റ്സ്. അപ്പൊ നമ്മൾ മീറ്റിയോറൈറ്റ്സിനെ അനലൈസ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? ദ കോണ്ടന്റ് ഓൾസോ റിവീൽഡ് സിമിലർ കോമ്പൗണ്ട്സ് ഇൻഡിക്കേറ്റിംഗ്. അപ്പൊ അതിൽ നമ്മൾ ഈ ഉൽക്കയിൽ, ഈ പാറയിലൊക്കെ, ഈ സ്പേസിൽ നിന്ന് വന്ന ഈ ഉൽക്കയിൽ, മീറ്റിയോറൈറ്റ്സിൽ വി ആർ ഏബിൾ ടു ഫൈൻഡ് സിമിലർ കോമ്പൗണ്ട്സ്. മനസ്സിലായില്ല? സിമിലർ കൈൻഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് അപ്പൊ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടേക്കോ നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇറ്റ് ഈസ് പോസിബിൾ. അപ്പൊ ദീസ് 2 എവിഡൻസസ് ആർ ആക്ച്വലി സപ്പോർട്ടിങ് കെമിക്കൽ എവല്യൂഷൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട്, അപ്പൊ ഓക്കെ, നമ്മളിപ്പോ കെമിക്കൽ എവല്യൂഷൻ ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ഇവിടെ ആണ് കേട്ടോ, സീയിലാണ് നടക്കുന്നത്. നമ്മളതിനെ ഹോട്ട് ഡൈലൂട്ട് സൂപ്പ് എന്നോ ഹാൾഡൈൻ സൂപ്പ് എന്നൊക്കെ വിളിക്കുന്നത്. ഈ സീയിലാണ്. ഈ മഴ പെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാം വന്ന് ഇതിനകത്ത് വീണു. മീഥൈനും ഹൈഡ്രജൻ സയനോഡും അമോണിയം എല്ലാം വന്ന് ഇവിടെ വീണു. ഇതിലാണ് നമ്മുടെ ലൈറ്റനിങ് കാരണം ഈ ഒരു റിയാക്ഷൻസ് നടന്ന് ഈ പറഞ്ഞ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായത്. അപ്പം നമ്മുടെ ഈ സീയിൽ വി ഹാവ് ഓൾ കൈൻഡ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ പ്രോട്ടീൻസ്, അങ്ങനത്തെ ന്യൂക്ലിക് ആസിഡ്സ്, ഇങ്ങനെയെല്ലാം ഉണ്ടായി. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് ഒരു സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ലൈഫ് അല്ലെങ്കിൽ ഒരു മെറ്റബോളിക് ക്യാപ്സ്യൂൾ ആയി മാറി എന്നുള്ളതിനെ പറ്റി നമുക്ക് വല്ല ഐഡിയ ഒന്നുമില്ല. So we have no idea about how the first self-replicating metabolic capsule of life arose. The first non-cellular forms of life could have originated 3 billion years back. അപ്പൊ ആദ്യമേ ഉണ്ടായതെന്ന് പറയുന്നത് നേരെ ഒരു സെല്ല് ഉണ്ടാവല്ല, ഒരു നോൺ സെല്ലുലാർ, അതായത് അതിന് കുറെ നമ്മൾ പ്രോട്ടോ ബയൻസ്, പ്രോട്ടോ സെൽസ് എന്ന് നമുക്ക് പറയാം, പ്രിമിറ്റീവ് സെൽസ് എന്നൊക്കെ പറയാം. ദേ ആർ നോൺ സെല്ലുലാർ ഫോംസ് ആണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്രോ മോളിക്യൂൾസ് ഉണ്ടല്ലോ ഇപ്പൊ സീല്, അതായത് നമ്മുടെ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇവരെ കവർ ചെയ്തൊരു മെംബ്രെയിൻ വരുവാണ്. മനസ്സിലായല്ലേ? ഈ ഒരു സ്ട്രക്ചറിന്, ഈ ഒരു സെല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ പ്രോട്ടോ സെൽസ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് എന്നൊക്കെ പറയാം. സോ ദിസ് ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് കുഡ് ഹാവ് ഒറിജിനേറ്റഡ്
3 billion years back. ഈ ഒരു നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫിനെ നമ്മൾ എന്താ പറയും? This will be called as, this non-cellular, very important ആണ് കേട്ടോ. The first non-cellular forms of life could have originated 3 billion years back. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെയാണ് they would have been giant molecules, RNA പ്രോട്ടീൻ പോലത്തെ giant molecules, polysaccharides etc. അതിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു തിൻ ഫിലിം ഓഫ് വാട്ടറോ അല്ലെങ്കിൽ ലിപ്പിഡ് പോലത്തെ ഒരു മെമ്പറൈൻ ഒക്കെ ഇവോൾവ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു, മാക്രോമോളിക്യൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം these capsules reproduce their molecules. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ പ്രോട്ടോസെൽസ് ആർ ഏബിൾ ടു റീപ്രൊഡ്യൂസ്. ഓഫ് കോഴ്സ് ലൈഫിന്റെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോസെൽസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോൺ സെല്ലുലാർ ഫോം ഉണ്ടാവുന്നു. ദേ വർ ഏബിൾ ടു റീപ്രൊഡ്യൂസ്. ആൻഡ് the first cellular form of life did not possibly originate till 2000 million years ago. അപ്പോൾ ഇവിടെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൌണ്ട് 4.5 ബില്യൺ ഇയേഴ്സ് ഒക്കെയാണ് എന്തുണ്ടായത്, എർത്ത് ഉണ്ടായത്. ഒരു 4 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് എന്താണ് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് അപ്പിയർ ചെയ്തത്. ഒരു 3 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് എന്ത് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഉണ്ടായത്. ഇവിടെ എന്താ പറയുന്നത്, 2 ബില്യൺ ഇയേഴ്സ് എഗോ ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ലൈക്ക് പ്രൊകാരിയോട്സ് പോലത്തെ ആനിമൽസ് ഉണ്ടായി. ഓക്കെ, സോ അറൌണ്ട് the first cellular form of life did not possibly originate till about 2000 million years ago. അപ്പോൾ അതാണ് ഒരു 2000 million years ago ആണ് ഉണ്ടായത്. These were probably single cells. ഒരു സിംഗിൾ സെൽസ് ആണ് ഉണ്ടായത്, മൾട്ടി സെല്ലുലാർ അല്ല, സിംഗിൾ സെല്ലാണ്, ബിക്കോസ് പ്രിമിറ്റീവ് അല്ലേ. എല്ലാം ഉണ്ടായത് എവിടെയാണ്? ഓൾ ലൈഫ് ഫോംസ് വെയർ ഇൻ വാട്ടർ എൻവയോൺമെന്റ്. അപ്പൊ ലൈഫിന്റെ ഒറിജിന് വാട്ടർ വളരെ ഇമ്പോർട്ടന്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. വെള്ളം ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ലൈഫ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ പ്ലാന്റിലും പോയിട്ട്, ഐ മീൻ എല്ലാ പ്ലാനറ്റിലും പോയിട്ട് അവിടെ വെള്ളം ഉണ്ടോ, അവിടെ വെള്ളം ഉണ്ടോ എന്ന് നോക്കി നടക്കുന്നില്ല. നമുക്ക് ദാഹിച്ചിട്ടില്ല. അവിടെ വെള്ളം ഉണ്ടെങ്കിൽ എന്താ അർത്ഥം? പ്ലാന്റിന് വെള്ളം ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, അവിടെ ലൈഫ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മാർസിന്റെ അടിയിൽ, മേളത്തെ മഞ്ഞിന്റെ അടിയിൽ വെള്ളം ഉണ്ടെന്നോ കടലുണ്ടെന്നോ തപ്പിത്തപ്പിക്കുന്ന കാണാം. എനിവേ, ഓൾ ലൈഫ് ഫോംസ് വെയർ ഇൻ വാട്ടർ എൻവയോൺമെന്റ് ഓൺലി. എല്ലാ ലൈഫ് ഫോംസും ഉണ്ടായത് വാട്ടറിലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ബയോജെനിസിസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് പറഞ്ഞു? കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയും. കെമിക്കൽ എവല്യൂഷൻ ഉണ്ടായി. കെമിക്കൽ എവല്യൂഷനെ നമ്മൾ എന്താ വിളിക്കുന്നത്? കെമിക്കൽ എവല്യൂഷനെ നമുക്ക് കീമോജെനിസിസ് എന്ന് പറയാം. കീമോജെനിസിസ്. അതിൽ എന്താ ഉണ്ടായത്? അതിൽ ഈ ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഈ ഓർഗാനിക് മെറ്റീരിയൽസ് എല്ലാം കവേർഡ് ആയിട്ട് ഒരു സെല്ല് ഉണ്ടായി. ആ ഫോർമേഷൻ ഓഫ് സെല്ലിനെ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് ബയോജെനിസിസ് എന്ന് പറയാം. ഓക്കെ, റൈറ്റ്. ദ ഫോർമേഷൻ ഓഫ് ദാറ്റ് ഫസ്റ്റ് സെൽ, അല്ലെങ്കിൽ പ്രോട്ടോസെൽസിൽ നിന്ന് സെല്ലാവുന്ന ഒരു പ്രോസസ്സിന് നമ്മൾ ബയോജെനിസിസ് എന്ന് പറയാം. ഓക്കെ, റൈറ്റ്. സോ ഹവർ വൺസ് ഫോംഡ്. ഓക്കെ, the first form of life arose slowly through evolutionary forces from non-living molecule is accepted by majority. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ interpretations ആണ്, സ്റ്റോറീസ് ആണ്, ബട്ട് ദിസ് ഈസ് ദ മോസ്റ്റ് പോസിബിൾ വേ ഫോർ ദ ഒറിജിൻ ഓഫ് ലൈഫ്. However, once formed, how the first cellular forms of life could have evolved into complex biodiversity of today is the fascinating story that will be discussed below. അപ്പൊ നമ്മൾ ലൈഫ് ഉണ്ടാവുന്നതിനെ പറ്റി ഇതുവരെ ഡിസ്കസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇനിയാണ് എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈഫ് ഉണ്ടായതിനു ശേഷമാണല്ലോ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം.